ഹായ് നമസ്കാരം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം എന്ന ആ സ്ഥലത്തൂടെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കാരണം എന്താ പറയുക, കായൽ ഇങ്ങനെ എന്താ പറയുക, കായലും മേഘമായിട്ട് ഇങ്ങനെ തട്ടി നിൽക്കുന്ന മാതിരി ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് ഇതിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പം. അപ്പം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലം ഇങ്ങനെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ മോനിസിനോട് പറഞ്ഞു ജസ്റ്റ് നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് കേട്ടോ. അന്നേരം അവൻ അതിനോട് ഓക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടും ഈ പോയ കാര്യത്തിന് പോയതിന് ശേഷം തിരിച്ച് ഞങ്ങളവിടെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സ്പീഡ് ബോട്ടിലൊന്ന് യാത്ര ചെയ്താലോ എന്ന്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്പീഡ് ബോട്ടിലോ അങ്ങനെ ഇങ്ങനെ ബോട്ടിലൊന്നും കയറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം, അതാണ് പ്രശ്നം. ഞാൻ ആ ചേട്ടൻ ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് 2 പേർ കൂടെ സ്പീഡ് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേർക്ക് 1000 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞാനും മോനിസോടെ വെയിറ്റ് ചെയ്തിരിക്കുക ആ ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നത് വരെ. അപ്പോൾ അതിനിടയ്ക്ക് മോനിസിന് ഫോൺ കോൾ വന്നു. മോനിസ് അങ്ങോട്ട് ഫോൺ കോൾ സംസാരിക്കാൻ പോയി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ ആ ചേട്ടനോട് സംസാരിച്ച് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. ആ ചേട്ടൻ്റെ പേര് പ്രകാശ് എന്നങ്ങനെ എന്താണ് പേര്, പ്രസാദോ പ്രകാശോ. അന്നേരം പുള്ളി പറഞ്ഞു, ഇങ്ങനെ ആദ്യം പറഞ്ഞ 650 പറഞ്ഞത്, പിന്നെ പറഞ്ഞ് 1000 കൊടുത്താൽ ഒരു 25 മിനിറ്റ്സ് നമുക്കവിടെ ഇങ്ങനെ ചുറ്റിയടിക്കാമെന്ന് പറഞ്ഞു. അന്നേരം മോനൂസ് അത് ഓക്കെ പറഞ്ഞു. ഞാനും മോനൂസും കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ അതിമനോഹരമായൊരു എക്സ്പീരിയൻസാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ബോട്ടിലോ വള്ളത്തിലോ ഒന്നും കയറാത്തൊരു വ്യക്തിയാണ്. അപ്പം മോനൂസിരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചു. ആ ചേട്ടനുമായിട്ട് സ്പീഡ് ബോട്ട് യാത്രയായി. ആ ചേട്ടൻ്റെ നമ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നിങ്ങളെപ്പോഴും തണ്ണീർമുക്കം പോകണമെങ്കിൽ ആ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ പുള്ളി എല്ലാ സ്ഥലവും നമുക്കിങ്ങനെ കൊണ്ട് നടന്ന് എല്ലാം പറഞ്ഞു തരും. ഇന്നതാണ്, ഇന്ന സ്ഥലം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് ഞങ്ങളവിടെ കണ്ടു. കുറേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തോ ഭക്ഷണത്തിനൊക്കെ നിർത്തിയിരിക്കുന്ന ഹൗസ് ബോട്ടുകളാണ്. പിന്നെ ചേട്ടൻ ഇങ്ങനെ റൗണ്ട് ചുറ്റിയാണ് ഇങ്ങനെ നിർത്തിയത്. അപ്പം കുറച്ച് ദൂരെ നിന്ന് കാണാൻ പറ്റത്തില്ല, കുറച്ച് ദൂരെ നിന്ന് കുട്ടികളിങ്ങനെ ഹായ് കാണിച്ചു. ഞാനും ജസ്റ്റ് അവർക്ക് ഹായ് കാണിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആ ചേട്ടൻ തൃപ്പൂണിത്തുറ വന്നിട്ടുണ്ടെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു. തൃപ്പൂണിത്തുറ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷോപ്പ് തൃപ്പൂണിത്തുറയിലാണ്, താമസിക്കുന്ന വൈറ്റിലയിലാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അന്നേരം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമുക്ക് പേടി തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കാരണം എനിക്ക് 43 വയസ്സ് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ ബോട്ടിൽ കയറാനും അതുപോലെ വള്ളത്തിൽ കയറാനും ഒക്കെ ഭയങ്കര പേടിയാണ്. ഈ പാലം എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണുള്ള സത്യം പറയാമല്ല. കാരണം എന്താ പറയുക, എന്തോ ഒരു വല്ലാത്തൊരു പേടി എനിക്ക് എപ്പോഴും ഈ വെള്ളത്തിനോടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അതിലിങ്ങനെ അടിച്ച് പൊളിച്ച് യാത്രയൊക്കെ ചെയ്തു. ഇങ്ങനെ ആ ചേട്ടൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ റിസോർട്ടൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നു. അവിടെ ശരിക്കും നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ളത്, ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന സായിപ്പുമാർക്കും മദാമ്മമാർക്കും താമസിക്കാനുള്ള കുറേ റിസോർട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. പിന്നെ ഒരു ദ്വീപാണ്, ഇതൊരു ദ്വീപിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഓക്കെ പറഞ്ഞു. പിന്നെ 2 ചേച്ചിമാരിങ്ങനെ വള്ളത്തിൽ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ വീഡിയോ കിട്ടിയില്ല. ആ ചേച്ചിമാരിങ്ങനെ അന്നേരം ആ ചേട്ടൻ പതിയെ സ്പീഡൊന്ന് കുറച്ചു. കാരണം ഇതിൻ്റെ ഓളം അടിക്കരുതല്ലോ, ഓളം അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ മറിയും. അതുകൊണ്ട് ആ ചേട്ടൻ പതിയെ പറഞ്ഞ് ലേഡീസ് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പതിയെ ആ വെള്ളം ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്, പെണ്ണുങ്ങളല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ റിസോർട്ടാണ് ആ കാണുന്നത് കേട്ടോ. ചെറിയ ചെറിയ പണ്ടത്തെ വീടുകൾ പോലെ ഇങ്ങനെ കെട്ടിയിരിക്കും. 3-4-5 ഉണ്ടെന്ന് തോന്നി. പക്ഷേ നമ്മുടെ ഇവിടെ ഉള്ളവർക്കും താമസിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ഫോറിനേഴ്സ്, അതായത് സായിപ്പും മദാമ്മയും പല രാജ്യങ്ങളിലും നമ്മുടെ കേരളം കാണാൻ വരുമല്ലോ, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ആ റിസോർട്ട് കെട്ടിയിട്ടിരിക്കുന്നത്. ഓൺലൈനിലുണ്ടെന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഈ കായലിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ഭാഗം കോട്ടയം, ഒരു ഭാഗം ആലപ്പുഴ ജില്ലയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇത് കാണാം. എന്താ സ്ഥലത്തിൻ്റെ പേര്, അയ്യോ ഞാനത് മറന്നുപോയ സ്ഥലം കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉള്ള സ്ഥലമാണ്. എനിവേ എന്തായാലും കുട്ടനാട്. അങ്ങനെ ആ ചേട്ടൻ കാണിച്ചു തന്നു കുട്ടനാടും അത് കണക്ക് കോട്ടയം ജില്ലയിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലും കൂടെ ആയിട്ടാണ് ഈ കായലിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടേജ് എന്ന് വെച്ചാൽ മാക്സിമം ഒരു
2-2.5-3 ഏക്കറിൽ കാണുമായിരിക്കും. അത്ര നല്ല ഭംഗിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് കയറാൻ പറ്റത്തില്ല, അതൊക്കെ സത്യം തന്നെയാണ്. കാരണം വലിയ എമൗണ്ടൊക്കെയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഒന്ന് ചുറ്റി കഴിഞ്ഞ് 20 മിനിറ്റ് 25 മിനിറ്റ് എങ്ങാണ്ടാണ് 1000 രൂപയ്ക്ക്. പക്ഷെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം ഞാൻ സാധാരണ വെയിൽ കൊള്ളാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് അന്ന് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പിന്നെ മോനൂസ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ സീറ്റിലായിരുന്നത്. കാരണം എന്നെ ബാക്കിലിരുത്താൻ പറ്റത്തില്ല. ഇത് നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ ഓളം അടിക്കുമ്പോൾ ഇത് നമ്മുടെ കട്ടറിൽ വീഴുന്ന കണക്ക് ഇങ്ങനെ ടപ്പോ എന്ന് വീഴും. ആ ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് പൊങ്ങിയും താഴുകയും ചെയ്യും. എന്നിട്ട് തെറിച്ചെങ്ങാണം പോയാലോ എന്ന് പേടിച്ചിട്ടാണ് മോനൂസ് പറഞ്ഞ ഫ്രണ്ടിലിരിക്കെ മോനൂസ് ബാക്കിൽ ഇരുന്നോളാന്ന്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോനൂസ് തിരിഞ്ഞ് നോക്കും, മോനൂസിന് സേഫ് അല്ലേ, കാരണം പേടിയാണ്. രണ്ടുപേരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും ഒരു പേടിയുണ്ട് മനസ്സിനകത്ത്. അന്നേരം ആ ചേട്ടൻ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്, നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട. എന്നിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മഴയത്തൊക്കെ ബിസിനസ് മഴയത്ത് ഭയങ്കര മോശമാണ്. പിന്നെ ഇങ്ങനെ വെയിൽ വരണം, ഇങ്ങനെ ആൾക്കാരൊക്കെ വരണമെങ്കിൽ ചേട്ടൻ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇപ്പോൾ ഓടിക്കുന്ന. ഒരു ഭയങ്കര സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. പക്ഷേ ഒരു വല്ലാത്തൊരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എന്തായാലും പേടി ഇതോടെ മാറി. ബോട്ടിലും കപ്പിലൊക്കെ ഈ വെള്ളത്തിൽ കയറാമെന്നുള്ള ഒരു പേടി മാറി. പിന്നെ ഇടയ്ക്ക് എറണാകുളത്ത് നിന്ന് ഇങ്ങനെ കപ്പലിലൊക്കെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറുമെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ അതൊന്നും നടക്കാറില്ല. പക്ഷേ ഇതെന്തോ യാദൃശ്യമായിട്ട് ലൈഫിൽ നടന്നു. അങ്ങനെ ആ ചേട്ടൻ ഞങ്ങളെ ആ പാലത്തിൻ്റെ സൈഡെല്ലാം കാണിച്ചു തന്നു. അവിടെയെന്ന് വെച്ചാൽ നമുക്ക് ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡെന്ന് വെച്ചാൽ കുട്ടനാടാണ്. കാരണം ഈ സൈഡ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡെന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളമെന്ന് വെച്ചാൽ ഉപ്പ് രസമുള്ളതാണ്. ഈ കുട്ടനാട് സൈഡിലെ വെള്ളം എന്ന് വെച്ചാൽ ഉപ്പില്ലാത്ത വാട്ടറാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഉള്ളവർ ഈ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഉപ്പില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ അവിടെ ഈ ഷട്ടറൊക്കെ ഉണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ, എന്തോ വെള്ളത്തിന് ഇങ്ങനെ പൊക്കിയ കൂടുതലാകുമ്പോൾ തുറന്നു വിടുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നതാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എനിവേ എന്തിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ആലപ്പുഴയിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കട്ടർ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പൊങ്ങിയും താഴുകയും ചെയ്യുമെന്ന്, അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ ആലപ്പുഴ ജില്ലയിലോട്ട് വരുന്നെങ്കിൽ ഈ തണ്ണീർമുക്കം ആ സ്ഥലത്ത് വരിക. ഇതൊരു നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും പോകണം കേട്ടോ. പിന്നെ ഇതുപോലെ വേറൊരു സ്ഥലം ഈ കൊല്ലത്തുണ്ടെന്ന് പറയുന്നത്, ഈ നമ്മുടെ ഈ പകുതി വരെ വെള്ളമുള്ള ഒരു സ്ഥലം. അതും ഒരു കായലിൻ്റെ നടുക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ പല ആൾക്കാരുടെ ഈ ചാനലിങ്ങനെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരിക്കൽ പോകണം അവിടെ പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ രാവിലെ എന്താ പറയുക, നമ്മൾ വൈക്കത്തപ്പനെ കണ്ടിട്ടാണ് നേരെ നമുക്ക് ആലപ്പുഴ കഴിഞ്ഞ് കായംകുളം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ വഴിക്ക് പോയപ്പം ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് തിരിച്ച് വരുന്ന വഴിക്കാണ് കേട്ടോ ഞാനും മൂന്നുസും ഇവിടെ കയറിയത്. അന്നേരം അത് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് മറക്കാൻ പറ്റാത്ത, എനിക്ക് പേടിയെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാര പേടിയല്ല, ഒരു ഭയങ്കര പേടി തന്നെയായിരുന്നു വെള്ളം. അന്നേരം ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ കായലിൻ്റെ നടുക്കൂടെ ഇങ്ങനൊരു യാത്ര ആകുമെന്ന് ലൈഫിൽ വിചാരിച്ചതല്ല. അതേ അങ്ങ് ദൂരം നോക്കിയാൽ കാണാം ഒരു നീളത്തിലൊരു പാലം. ആ പാലത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് പോകാം കേട്ടോ. കാരണം അവിടെയാണ് ഈ കുട്ടനാട് ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ വെയിലൊന്നും അതൊന്നും ഒരു ഫീലല്ലായിരുന്നു. പക്ഷെ അടിച്ചു പൊളിച്ചേട്ടാ, ഒന്നും പറയണ്ട, അടിച്ചു പൊളിച്ച്. പക്ഷേ ഇതിനൊരു ബിഗ് താങ്ക്സ് പറയേണ്ട മോനൂസിനാണ്. കാരണം മോനൂസിനെ അറിയാം എനിക്ക് വെള്ളം ഇങ്ങനെയുള്ള ഭയങ്കര പേടിയാണെന്നും അഥവാ ഇങ്ങനെ ബോട്ടിലൊന്നും കയറില്ലെന്നും മോനൂസിനെ വൃത്തിയായിട്ട് അറിയാം. പക്ഷേ എന്തിനോ അവനെന്നെ അതിൽ കയറ്റാനുള്ള ഒരിത് കാണിച്ചു. പക്ഷേ എൻ്റെ പേടി അതോടെ മാറി. എനിവേ എന്നിരുന്നാലും നല്ലൊരു ദിവസമായിരുന്നു അന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ പാലത്തിൻ്റെ ആ അടിയിൽ കൂടെയാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം എന്താ വെച്ചാൽ ആലപ്പുഴ അപ്പുറത്തെ ഭാഗം ആ സൈഡിൽ കൂടി ഇപ്പോൾ അപ്പുറത്തിറങ്ങും. ആ സ്ഥലം കുട്ടനാടുമാണ്. ആ ചേട്ടൻ കാണിച്ചത് നേരെ നോക്കുന്നത് കുട്ടനാടാണ് എന്ന് പറഞ്ഞു. അവിടുത്തെ വെള്ളത്തിലാണ് ഇങ്ങനെ ശരിക്കും ഈ നോർമൽ വാട്ടർ, ഇപ്പുറത്തുള്ളതിന് ഉപ്പ് രസമാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. എങ്ങനെയൊന്നും ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു സൈഡിൽ നോർമൽ വാട്ടറും ഒരു സൈഡിൽ ഉപ്പും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും വല്ലാത്തൊരു
എക്സ്പീരിയൻസും ലൈഫിൽ മറക്കാൻ പറ്റാത്ത രീതിയുമാണ്. അതൊരു ഈ സ്പീഡിൽ പോയി കഴിയുമ്പോൾ ചേട്ടൻ പെതിയെ ഒന്ന് വള്ളം ഒന്ന് സ്ലോ ചെയ്യും. ശരിക്കും ഇത് സ്പീഡ് ബോട്ടാണ് കേട്ടോ. ഒന്ന് സ്ലോ ഈ തിര ഇങ്ങനെ ആഞ്ഞടിക്കാതിരിക്കാനാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഇങ്ങനെ എന്താ പെതിയെ ആ ഒരു പോക്കും ഇതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇതിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. ഇപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിട്ടായിരുന്നു ഞാനിങ്ങനെ ഒന്ന് അനങ്ങാതെ പോലും പിടിച്ചതിരുന്നത്. വീണ് പോയാൽ എന്ത് ചെയ്യും? വീണ് പോയാൽ തീർന്ന്. വെള്ളം കുടിക്കും. പിന്നെ ഇത് ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെടുമായിരിക്കാം. പിന്നെ ആ ചേട്ടന് അത്യാവശ്യം നീന്തൽ അറിയാവുന്നതാണ്. പക്ഷേ മോനുസിന് ഒട്ടും നീന്തൽ അറിയില്ല കേട്ടോ. അതുകൊണ്ട് പേടിയാണ്. ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും ഇതെല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് ഞങ്ങളതിനെ കരയിലോട്ട് എത്താൻ വേണ്ടി കുറച്ച് സമയം കൂടെ ഉള്ളു. കുറച്ച് വെച്ചാൽ ഒരു മാക്സിമം ഒരു 3-4 മിനിറ്റും കൂടെ ഉള്ളു. ഇതിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ നമ്മൾ കയറിയ സ്ഥലത്ത് ചെന്ന് എത്തിപ്പെടാം. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും അങ്ങനെ ഞങ്ങൾ കയറിയെടുത്ത് തന്നെ ചെല്ലണമല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതേ കയറിയ സ്ഥലത്ത് തന്നെ ചെന്നു. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതിനൊക്കെ എന്താ പറയുക, എല്ലാവരും ഭക്ഷണം കഴിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാനുണ്ട്. അത് ഞാൻ നാളെയും മറ്റന്നാളായിട്ട് പറയാം. കാരണം ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി ലൈഫിൽ. കാരണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഇറങ്ങാൻ സമയത്ത് പോലും ആയിട്ട് ഒന്ന് റൗണ്ട് ചുറ്റിയിട്ടാണ് കൊണ്ട് നിർത്തിയത്. പക്ഷേ മോനൂസാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് വീഡിയോ ഞാൻ എടുത്തിരുന്നു. പക്ഷെ ഇപ്പം വീഡിയോ എടുക്കുന്ന മോനൂസാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ സ്ഥലത്തെത്തി. പക്ഷേ ആ സ്ഥലമൊന്നും നമ്മൾ കയറണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ തെങ്ങിൻ്റെ തടി വെച്ചിട്ടൊരു ചെറിയൊരു കുഞ്ഞ് പാലമുണ്ട്. അതിൽ കൂടെ ചേർന്ന് വേണം നമ്മളങ്ങോട്ട് ചെന്ന് കയറാൻ. എനിവേ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ഉണ്ടാകട്ടെ. ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്തൊരു നല്ല വിശേഷങ്ങളായിട്ടും വരാം. അതിനൊക്കെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ വൈക്കത്ത് പോയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.